വിവിധ മതസ്ഥാപനങ്ങളുടെ നിയന്ത്രണത്തിലുള്ള മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ സന്യസ്ത ജീവിതം നയിക്കുന്ന സ്ത്രീകൾക്കായി സർക്കാർ പ്രത്യേക സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ പുറപ്പെടുവിച്ചു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷന് തുല്യമായ തുകയാണ് ഈ പദ്ധതിയിലൂടെ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസം ലഭിക്കുക. കേരളത്തിൽ സ്ഥിരതാമസക്കാരായവരും വിവിധ മതസ്ഥാപനങ്ങളുടെ കീഴിലുള്ള മഠങ്ങൾ, കോൺവെന്റുകൾ, ആശ്രമങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവരുമായ സ്ത്രീകൾക്കായിരിക്കും ആനുകൂല്യം. അപേക്ഷകർ 50 വയസ്സ് പൂർത്തിയായവരും അവിവാഹിതരുമായിരിക്കണം. സ്വന്തം പേരിൽ 2 ഏക്കറിൽ കൂടുതൽ ഭൂമി ഉണ്ടാകാൻ പാടില്ല. 2000 ചതുരശ്ര അടിയിൽ കൂടുതൽ വിസ്തീർണമുള്ള ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ചെയ്തതോ എയർ കണ്ടീഷണർ ഉള്ളതോ ആയ കോൺക്രീറ്റ് വീടുകൾ സ്വന്തമായുള്ളവർക്ക് അർഹതയുണ്ടാവില്ല. 1000 cc കൂടുതൽ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനങ്ങൾ സ്വന്തമായി ഉണ്ടാകരുത്. സർക്കാർ സർവീസിൽ നിന്നോ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നോ ശമ്പളമോ സർവീസ് പെൻഷനോ ലഭിക്കുന്നവർ പദ്ധതിക്ക് പുറത്തായിരിക്കും. നിലവിൽ മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ ക്ഷേമനിധി പെൻഷനുകളോ വാങ്ങുന്നവർക്കും അർഹതയില്ല. പ്രതിമാസം 4000 രൂപയിൽ താഴെ EPF, NPS അല്ലെങ്കിൽ എക്സ്ഗ്രേഷ്യ പെൻഷൻ ലഭിക്കുന്നവർക്ക് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുന്നതാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിലോ മറ്റ് സർക്കാർ നിയന്ത്രിത സ്ഥാപനങ്ങളിലോ സ്ഥിരമായ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്നതോടെ പദ്ധതിയുടെ ആനുകൂല്യം റദ്ദാക്കപ്പെടും. ഓരോ സമയത്തും സംസ്ഥാനത്ത് നിലവിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയാണ് ഈ പദ്ധതിയിലൂടെയും വിതരണം ചെയ്യുക. മതസ്ഥാപനങ്ങളിൽ താമസിക്കുന്ന നിർധനരായ സന്യസ്തർക്ക് വലിയ ആശ്വാസമാകുന്നതാണ് സർക്കാരിന്റെ ഈ പുതിയ നീക്കം.